ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ലോകരാജ്യങ്ങളിൽ ഇമ്മാനുവേൽ പ്രാർത്ഥന ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട സ്പിരിച്വൽ ചാനലാണ് പരിശുദ്ധ അമ്മ 33, പരിശുദ്ധ അമ്മ 33. ഇതൊരു സ്പിരിച്വൽ ആത്മീയ ചാനലാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വലിയൊരു വിശുദ്ധ ദേവാലയം പോലെയാണ് ഈ ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് ആത്മീയ അറിവുകളും അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും, എന്നെ ഇത്രത്തോളം എത്തിച്ച ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവവചനം ലോകരാജ്യങ്ങളിൽ എത്തിക്കുക, കർത്താവിൻ്റെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിന്റെ പ്രധാനപ്പെട്ട ദൗത്യം, ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും എന്നതിലാണ് എൻ്റെ വിശ്വാസം. നമ്മൾ തമ്പുരാന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ആ തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രധാനപ്പെട്ട കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ദൈവവചന ശുശ്രൂഷയും. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഈ കണ്ടന്റിൽ, ഈ ചാപ്റ്ററിൽ കർത്താവ് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം, അറൗണ്ട് 10,000-ഓളം അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം, അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മാറ്ററിന്റെ പ്രധാനപ്പെട്ട മാറ്റർ പറഞ്ഞാൽ മാനസാന്തരം. അതാണ് ടോപ്പിക് എന്ന് പറയുന്നത് മാനസാന്തരം. ആരുടെ മാനസാന്തരം? എൻ്റെ മാനസാന്തരം. ഞാൻ എന്നിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതൊരു സാക്ഷ്യമാണ്, ഇതൊരു മാറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക് മാനസാന്തരം. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. നമുക്കൊന്ന് പരിശുദ്ധ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം